ആദ്യം തന്നെ ചെറിയൊരു ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM3 കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. വാക്കാണല്ലോ പ്രധാനം. വാക്കിന് സ്ഥിരത ഇല്ലാത്ത ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേരാ വിളിക്കാറ്. എന്തായാലും മുഖ്യമന്ത്രിയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളത് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ PM3 കടലിലെറിയും കക്കൂസിലെറിയും എന്നൊക്കെ പറഞ്ഞ കുറെ എണ്ണാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുരളിച്ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞ എരണം കെട്ടവര് നാട് ഭരിച്ച നാടിന്റെ അവസ്ഥ പരിതാപകരാണെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. PM3യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ എന്താണെന്ന് അറിയോ? ഒരിക്കലും നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവിടെ നിന്നും കായ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കേൾക്കണം കേട്ടാ. ഇതേ വാക്കുകൾ തന്നെ വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇവിടെ പൊളിച്ചടക്കേണ്ടത് നൊണേഷൻ ചേട്ടന്റെ ഈ നുണകളാണ് എന്നുള്ളതാണ്. കേൾക്കാം ഇന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതിന്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പൊ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. ഈ പണം ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GSTയുടെ പകുതി, ഇവിടുന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. എപ്പടി ഇருக்கு? ഇതേ സാധനം തന്നെ കൃത്യമായിട്ട് അന്ന് വി ശിവൻകുട്ടി പറഞ്ഞപ്പോ നിങ്ങൾ അറബിക്കടല് തേങ്ങാക്കൊല എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമാതിരി കുളത്തരം കാണിക്കല്ല എന്റെ പൊന്നു. കേരളത്തിന്റെ പറയുന്നില്ല മാനപ്പെട്ട മുഖ്യമന്ത്രി ചേട്ടാ. ഇദ്ദേഹം അന്ന് പറഞ്ഞത് കൂടി ഒന്ന് കേട്ടോളിട്ടോ. ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിന്റെ സ്റ്റാൻഡൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ പൊന്നു ചേട്ടായി. അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ. താങ്കൾ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് ആ വകുപ്പിലുള്ള മന്ത്രിമാരെ കാര്യങ്ങൾ വിളിച്ച് അറിയിക്കണം കേട്ടോ. കാരണം അവർ പോലും ഇത് അറിയുന്നത് ന്യൂസ് ചാനൽ വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അത്രമാത്രം ഒരു ഇതുമില്ലാത്ത ടീമാണെന്ന് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. കേറാൻ വേണ്ടിയിട്ട് പല നുണയും പറയും. PM3 ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ പറയും നമുക്ക് കുറെ പൈസ കിട്ടാണ്ട് നമ്മുടെ നികുതി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഒക്കെ എന്താ ചെയ്യുന്ന അറിയോ? ഇതേ രീതിയിൽ എന്തെങ്കിലും BJP തലക്കടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നേരെ സുപ്രീം കോടതി പോകും. നേരെ കോടതി പോയിട്ട് അവരുടെ നികുതി പണം അവർ തിരിച്ചു വാങ്ങും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ കോടതി പോവുക. നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒട്ടിച്ചാലേ ഇത് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെ പറയണം. കാരണം ആരുടെ ഔദാര്യമല്ല. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ഇതേ വാക്ക് തന്നെ വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്വം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല. എങ്ങനെയുണ്ട്? ഇദ്ദേഹം കൃത്യമായിട്ടത് പറഞ്ഞതല്ലേ. അന്ന് നിങ്ങൾ ഇവിടെ വാളെടുത്ത് തുള്ളരുത്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് CPIM BJPയുമായി കൈകോർത്തു എന്നുള്ള പൊറോട്ട് നാടകമാണ് നിങ്ങൾ കളിച്ചത്. ആ പൊറോട്ട് നാടകം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ആ ഒരു വിമാനത്തിൽ അവിടെ നിങ്ങൾ പോയിട്ട് അദാനിയുമായിട്ട് കൈകോർത്ത് തിരിച്ചിവിടെ വന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് താങ്കൾ വിചാരിക്കരുത്. BJPയുമായിട്ട് താങ്കളുടെ ആ ഒരു ലീഗ് ഉണ്ടല്ലോ, ആ ലീഗും ലീഡും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വല്ലാണ്ട് കൊണക്കേണ്ട. ഇദ്ദേഹം അന്ധകാലത്ത് പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. ധനകാര്യമന്ത്രി പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയും. അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ടില്ലേ? നട്ടല്ലില്ല, നുണേശൻ, തനി നുണേശൻ. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കോ? എത്ര കാലായത് കേട്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് അടിമകളായ അണികൾ കിടന്ന് കുരയ്ക്കാൻ വരൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇരട്ടത്താപ്പാണ്. അധികാരത്തിലേറാൻ വേണ്ടി നിങ്ങളെപ്പോലും കരുവാക്കിയിട്ടുണ്ട്. അവിടെ കയറിയതിനു ശേഷം അമ്മാതിരി കുളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. PM3 നടപ്പിലാക്കില്ല എന്ന് പറയുന്നു, PM3യിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയെന്ന് നുണ പറയുന്നു. എല്ലാം പൊളിച്ചടക്കി. ഇനി തീർന്നിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ലീഗുകാർക്ക് പറയാനുള്ളതും കേൾക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം,
അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം, ഭാഷകൾ മാറ്റിവെക്കുകയാണ്. എന്തൊരു കഷ്ടാണ് എന്റെ സതീശൻ ചേട്ടാ, എന്തൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഇതേ ലീഗുകാരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി എത്ര നുണയാ പറഞ്ഞല്ലേ. എന്താ ചെയ്യാ, കാവിക്കളസം അണിഞ്ഞ ആ മനുഷ്യന് ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അന്തർധാര അത് സജീവമായിട്ട് തന്നെ കിടക്കുക എന്നുള്ളതാണ്. ഇനി ഷാജിക്ക് എന്തോ പറയാനുണ്ട്. ഷാജി വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർമ്മിപ്പിക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ആരാണ് ഇപ്പൊ ആ ഡീല് നടപ്പിലാക്കുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. എന്റെ പൊന്നു ഷാജിയെ, അധികാരത്തിലേറാൻ ഞങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഷാജി പറഞ്ഞത്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് മുരളിച്ചേട്ടായി പറയുന്നത്. പിന്നെ നുണേഷേട്ടന്റെ കഥ പറയേണ്ടതായിട്ടുണ്ടാ. കാലങ്ങളായി നുണ പറയുന്നു, ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇപ്പൊ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, കോമഡി എന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതിനെക്കുറിച്ച് അടിമകൾക്ക് ഇങ്ങനെ വാചാലനാവാൻ പല കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് ലീഗുകാരോട് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? കാര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ VD സതീശനെ നിങ്ങൾ എന്തിനാണ് തോളത്ത് കയറ്റിച്ച് നടക്കുന്നത്? ലീഗ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയുടെ തുടരും. ഈ സാധനത്തിന്റെ കൂടെ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നാണക്കേടാണ് കേട്ടാ. ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് അത്ര ഇവര്. അവർക്ക് എതിരെയാണ്, BJP-യെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനെതിരെയാണെന്നുള്ളതാണ്. നമുക്ക് നൽകേണ്ടതായിട്ടുള്ള GST ഇനത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ നികുതി പണം തിരിച്ചു ചോദിക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ മുട്ടുമടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ പിണറായി വിജയന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്ന് കയറിയത്. നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടി വിട്ടിട്ട് അത് ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ നടന്നോളി. സത്യത്തിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടുകൾ വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. അന്ന് മരവിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു പേപ്പർ വീണ്ടും വെയിലത്തിട്ട് ഉണക്കിയെടുത്തത് നിങ്ങളാ. അത് മനസ്സിലാക്കണം. ഇനി പൊന്നെ നിലപാടിന്റെ രാജകുമാരൻ കൂടി വന്നിട്ടുണ്ട്, നമ്മളെ മലപ്പുറംകാരുടെ സ്വന്തം കുഞ്ഞിച്ചേട്ടായി. അതാണ് എന്തുകൊണ്ടായിരിക്കാന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതാണ് ഈ ഗവൺമെന്റിന്റെ ഫ്ലാഗ് ഹാൻഡിൽ ഇപ്പൊ ഒരു മലക്കമറിച്ചില്. ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മള് കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുമോ? ഫണ്ട് BJP-യുടെ ഔദാര്യമല്ലല്ലോ, ജനങ്ങളുടെ ഫണ്ടാണ്. അതിന് നിയമവഴി നോക്കണം. തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് മാതൃക. അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. RSS-ന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ PM ശ്രീ പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സംഘപരിവാറിന്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് ചരിത്രം തന്നെ മാറ്റുക. അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവം ശരിയാണ്, എങ്ങനെ കൂട്ടിക്കാൻ പറ്റും? പക്ഷെ VD സതീശൻ കാവിക്കള സെട്ട് വന്നിട്ട് അങ്ങോട്ട് കൂട്ടു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ബന്ധം വേറിട്ട് പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് വേണ്ട അധികാരമാണ് എന്നുള്ളതാണ്. 10-21 സീറ്റ് ജയിച്ച ആളുകളോട് നിങ്ങൾക്ക് ഉളുപ്പില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എടുത്ത് കളഞ്ഞ് പോവാൻ നോക്ക്. ഞാൻ കാര്യമായിട്ട് പറയാം, UDF-നെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ നിന്നാൽ നിങ്ങളുടെ അടിയത്തെ മണ്ണൊലിച്ചു പോവും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനും ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അവിടെ BJP-ക്ക് വളക്കൂറുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. VD സതീശൻ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പല പദ്ധതികളും BJP-ക്കാർക്ക് ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷം മാത്രമാണെന്നുള്ളതാണ്. ഇവിടെ തീരദേശ ഹൈവേ വരുന്ന സമയത്തും ഇവിടെ നാഷണൽ 66 വരുന്ന സമയത്തൊക്കെ BJP-യും കോൺഗ്രസും ഒരേപോലെ നിരത്തിലിറങ്ങി ബഹളം വെച്ചതാണെന്നുള്ളതാണ്. മറ്റൊരു നന്ദിഗ്രാമം ഇവിടെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച ആളുകളാണ്. അതിലൊക്കെ ഒറ്റക്കെട്ടാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളയിൽ പിഴുതെറിഞ്ഞ് നേരെ പോണത് ശ്രീധരന്റെ അടുത്താണ്. ശ്രീധരൻ നേരെ വന്നിട്ട് ഒരു സാധനം എടുത്ത് തരുമ്പോൾ അത് വാങ്ങാനും നെഞ്ചിലേറ്റാനും BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒരേപോലെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് VD സതീശൻ ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിലെ നല്ലവരായ അണികളോടും ലീഗിലെ എല്ലാ അണികളോടും എനിക്കൊന്നേ പറയാനുള്ളൂ, BJP-യുടെ കൂടെ നിന്നിട്ട് ചതിക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ നമ്മളെ യൂസ് ചെയ്യുമ്പോൾ അതിൽ പോയി വീണ് കൊടുക്കരുത്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇതൊരു മതേതര രാജ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് നല്ലൊരു ഭരണഘടനയുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അത് ഉപയോഗിക്കണം. താഴെ ഇറക്കേണ്ടവരെ താഴെ ഇറക്കുക തന്നെ വേണം. പിണറായി വിജയന്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? വെറുതെ 1.5 മാസത്തിനിടയിൽ ജനങ്ങള് പിണറായി വിജയനോട് 10 വർഷത്തിൽ ചോദിച്ചിട്ടുണ്ടാവില്ല എത്രമാത്രം ചോദ്യങ്ങൾ. അത്രമാത്രം ചോദ്യങ്ങൾ 1.5 മാസം കൊണ്ട് VD സതീശന്റെ അടുത്ത് ചോദിക്കുക. പെട്രോൾ നികുതി എടുത്ത് കളയണമെന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞില്ല.
കളയെന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞില്ല. ഇപ്പൊ ഇതാ വയനാട് തുരങ്കപാത നശിപ്പിക്കും, ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ് എന്താ പറയണത് നമുക്ക് കാണാം. കിഫ്ബി എടുത്ത് കളയാൻ പോവുക, അങ്ങനെ പലതും എടുത്ത് കളയാൻ പോവാണ്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ട് വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നത്. എന്തുണ്ടയാണ്? വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് കോൺഗ്രസ്സുകാർ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം വാങ്ങി അവിടെ ഇട്ടേച്ചിരിക്കുക. നേരെ തിരിച്ച് അവിടെ സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ, ആ വീടിന്റെ പണിയൊക്കെ അവിടെ നിർത്തിവെച്ച രീതിയിലാണ്, മന്ദഗതിയിലായി എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ഇത്രമാത്രം നുണകൾ പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് ചരിത്രത്തിൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. PSCയിലൊക്കെ നാളെ ചോദ്യം ചിലപ്പോൾ വരും, ഇത്രമാത്രം നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നോ എന്ന്. ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് അധികാരത്തിൽ കയറിയ UDF വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുന്നത് BJPയുടെ A ടീമിനെയാണ്, B ടീമല്ല. ഇവിടെ BJP ആണോ ഭരിക്കുന്നത് എന്ന് തന്നെ പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്ത് വോട്ട് ചെയ്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പശ്ചാത്തപിക്കാനുള്ള സമയം ഇഷ്ടം പോലെയുണ്ട്. ഇത്തരം ഊടത്തരങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചാൽ മാത്രം മതി, അപ്പൊ തന്നെ കാര്യങ്ങൾ കത്തിക്കോളും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭിന്ന അഭിപ്രായങ്ങളാണ് UDFനകത്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗിന്റെ പോഷക സംഘടനകളും തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ പറ, നല്ല ചിരിക്കാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതാണ് വിശ്വസിക്കുന്നത്. പണിയെടുക്കാൻ അറിയണം. ചിരിച്ചിട്ട് പണി തരുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഓവറാണ് എന്റെ നുണേശേട്ടാ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.